പണ്ട് അതായത് ഞാനൊരു 5-6 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ബീഡ്സ് കൊണ്ട് ഈ വള മാല മോതിരം ഒക്കെ ഉണ്ടാക്കുക. അതിൻ്റെ പേരിലാകുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ച് തന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അത് ഞാൻ എവിടെയോ ഒരു മുക്കിലും കൊണ്ട് കിട്ടും. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് അതിന് ശ്വാസം കിട്ടുന്നത്. ഇത് ഞാൻ മീഷോന്ന് ആട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ നല്ല സർക്കിൾ കളറുള്ള ബീഡ്സ് ഉണ്ട് 4 എണ്ണം. പിന്നെ ഇത് കണ്ടാൽ എനിക്കിത് കണ്ടപ്പോൾ കടല ഓർമ്മ വന്നത് എന്താണാവോ. പിന്നെ കുറച്ച് പൂമ്പാറ്റും പൂവൊക്കെ ഉണ്ട്, എന്താ മാച്ച്. പിന്നെ കുറച്ച് ലെറ്റേഴ്സിനുണ്ട് 3 സെറ്റായിട്ടാട്ടോ. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പഴയ മാലയിൽ നിന്നൊക്കെ ഞാൻ കുറേ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി നോക്കാം. കുറച്ചാണുള്ളൂ, കുറേയൊക്കെ ഞാൻ അടുത്ത് കളഞ്ഞു. ആദ്യം തന്നെ ഈ പൈനാപ്പിൾ ജാമിൻ്റെ ചെപ്പിലുള്ള ബീഡ്സ് നമുക്ക് നോക്കാം. ഇത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ പണ്ടൊക്കെ ഈ മണ്ണൊക്കെ വാരിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഇതുപോലത്തെ മുത്തുകൾ പോലത്തെ ഉണ്ടാവും, അതൊക്കെ പറക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളങ്ങണ്ണിയിൽ പോയപ്പോൾ ഒരു മാലയും വളയായിട്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണിത്. പിന്നെ അടുത്തതായിട്ട് ഇതൊക്കെ കോർക്കണമെങ്കിൽ ഒരു നൂല് വേണ്ടേ. പിന്നെ അവിടെ പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കണേ. ദൂരെ സാധനങ്ങൾ ഞാൻ എടുത്ത് കൂട്ടിയേക്കണമെങ്കിൽ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയേക്കണെന്ന് കാണിച്ചിട്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ള ഈ 4 എണ്ണം. ആദ്യത്തെ ഈ ഒരു ബീഡ്സ്, ഈ ഒരു വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൈ ഫേവറേറ്റ് ആണിത്. നല്ല രസത്തിൽ കാണാൻ. ഇതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ജീസസിന്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ഇതാണ്ടാണ്. ഇനി നാലാമത്തേന്ന് പറഞ്ഞാൽ എന്താ ഒന്നും ഇല്ലേ എന്ന് വിചാരിക്കേണ്ട, ഞാൻ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ വളയാക്കാനായിരുന്നു. പിന്നെ തികയാത്തോണ്ട് ഞാൻ പിന്നെ മോതിരാക്കി എടുത്തു. അപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ മറക്കണ്ട. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇങ്ങനത്തെ നല്ല ക്യൂട്ട് ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റ്സും ഇതുപോലത്തെ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയലൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇടാം. പിന്നെ ഞാൻ ഈ ലിസ്റ്റ് കൊടുത്തേക്കണമെങ്കിൽ അടുത്ത് ഏത് ക്രാഫ്റ്റാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം.